സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷനുകൾ ഒക്കെ അതായത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വന്ന സമയത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി, വോട്ട് ബാങ്കിനെ തയ്യാറാക്കാൻ വേണ്ടിയാണ് 10,000 കോടിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒറ്റയടിക്ക് തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അതിൽ പലതും കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ധനപ്രതിസന്ധിയുടെ അതിരൂക്ഷതയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വീണ്ടും ഒരു തിരിച്ചടി സംസ്ഥാന ഗവൺമെന്റിന് വന്നിരിക്കുന്നത്. എന്താണ് ആ തിരിച്ചടി എന്ന് നമുക്കൊന്ന് നോക്കാം. 12,516 കോടി രൂപയായിരുന്നു, അതായത് ഡിസംബർ വരെ സംസ്ഥാന ഗവൺമെന്റിന് എടുക്കാമായിരുന്ന കടം 29,000 കോടിയിലധികമായിരുന്നു. അത് ഒക്കെ തീർന്നു. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എടുക്കാവുന്ന കടമാണ് 12,516 കോടി രൂപ. അതിൽ നിന്ന് ഗവൺമെന്റ് ഒറ്റയടിക്ക് 5,944 കോടി രൂപ വെട്ടിക്കുറച്ച അറിയിപ്പ് സംസ്ഥാന ഗവൺമെന്റിന് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇത് വലിയ ആഘാതം സൃഷ്ടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം 6 മാസം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷനിലേക്ക്, അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റിന് വരുന്ന ചെലവുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല, പണ്ടത്തെ പോലെയൊന്നുമല്ല. ഒരുപാട് റീൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സ്വന്തം മുഖം മിനുക്കാൻ വേണ്ടിയും, പിന്നെ അതുപോലെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ, ഈ പറഞ്ഞ ഡിക്ലയർ ചെയ്തിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ വലിയ തോതിൽ പണം ആവശ്യമുണ്ട്. അങ്ങനെ വലിയ തോതിൽ പണം ആവശ്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു ഇരുട്ടടി വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇരുട്ടടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നിത്യനിദാന ചെലവുകൾ, ഇപ്പൊ ശമ്പളം, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പലിശ കൊടുക്കേണ്ടത്, ഇതുപോലെയുള്ള എല്ലാ റിക്കറിങ് എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് ആവർത്തന ചെലവുകൾ കൊടുത്തേ പറ്റൂ. ആവർത്തന ചെലവുകൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇലക്ഷന് വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്നതുപോലെ ഒരുപാട് മറ്റ് ചെലവുകളും നിർവഹിക്കാനുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ 12,516 കോടി എടുക്കാമായിരുന്ന കടത്തിൽ നിന്ന് 5,944 കോടി വെട്ടിക്കുറച്ചിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ കടം എടുക്കാൻ പറ്റുക 6,572 കോടി മാത്രമാണ് എടുക്കാൻ പറ്റുക. ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്ക് അടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ തന്നെ 20,000 കോടി വേണം. അത് മാത്രവുമല്ല, ശമ്പളവും പെൻഷനും കൊടുക്കാൻ 15,000 കോടിയെങ്കിലും വേണം. ഇങ്ങനെയുള്ള ക്ഷേമ പെൻഷനും കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നികുതി അടക്കമുള്ള നികുതി വരുമാനമൊക്കെ ഇനി വരാനുണ്ട്. കുടിശ്ശിക കിടക്കണൊക്കെ കുറെയൊക്കെ പിരിച്ചെടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ 35,000 കോടിയുടെ ചെലവ് മുൻപിൽ നിൽക്കുമ്പോഴാണ് വെറും എത്രയാണ് നമുക്ക് കയ്യിൽ വരിക? 12,516 നിന്ന് 5,944 കോടി വെട്ടിക്കളഞ്ഞു. ഇനി എടുക്കാവുന്ന കടം എന്ന് പറഞ്ഞാൽ 6,572 കോടി മാത്രമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എടുക്കാവുന്ന കടം. എങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് മുൻപോട്ട് പോകും? അപ്പൊ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് വലിയ പ്രതിരോധത്തിലാണ് സംസ്ഥാനത്തെ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനത്തെ പ്രതിരോധത്തിലാക്കാൻ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? നേരത്തെ എന്തെങ്കിലും മുന്നറിവ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ CAG റിപ്പോർട്ട് 2023 വരെയുള്ള CAG റിപ്പോർട്ട് 2024 മാർച്ചിൽ പുറത്തു വന്ന സമയത്ത് അതിനകത്ത് പറയുന്ന കുറെ കണക്കുകളുണ്ട്. എന്ത് കണക്കുകളാണുള്ളത്? അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കടം എത്രയാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ കടം 3,85,000 കോടിയായിട്ടാണ് CAG കാണിച്ചിരിക്കുന്നത്. 2023 കടമാണ് കേട്ടോ. 23-24 കടം 3,85,000. അത് കൂടാതെ കിഫ്ബി വഴി കടമെടുത്തത് 5,109 കോടി. പിന്നെ KSSPL, അറിയാമല്ലോ, കിഫ്ബി എന്ന് പറഞ്ഞ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് അതുമായിട്ടുള്ള ഒരു എൻക്വയറി, EDയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. അതായത് സുപ്രീം കോടതി തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളത് ആശ്വാസമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു കനത്ത പ്രഹരവുമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു അറിയിപ്പ് വരുന്നത്. ഇനിയിപ്പൊ നിങ്ങൾക്ക് എടുക്കാവുന്ന കടം 6,572 കോടി മാത്രമാണ് എന്ന തരത്തിലുള്ള ഈ അറിയിപ്പ് വരുന്നത്. അപ്പം CAG എന്താണ് ചെയ്തത്? 2024 CAG റിപ്പോർട്ട് നമ്പർ 1, ആ റിപ്പോർട്ട് നമ്പർ 1 പറയുന്ന എന്താണ്? ഇവിടുത്തെ ഫിസിക്കൽ ക്രൈസിസിനെ പറ്റി, ധനപ്രതിസന്ധിയെ പറ്റിയാണ്
അതിനകത്ത് വളരെ ആധികാരികമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുന്നത്. അപ്പൊ അവിടെയാണ് വെട്ടിച്ചുരുക്കിയ, അതായത് കിഫ്ബിയുടെ ആകെ ഗവൺമെന്റ് ബജറ്റ് വഴി എടുത്ത കടം 2024 ഇരുപത്തിനാല് 23-24 വർഷം ബജറ്റ് വഴി എടുത്ത കടം 3,85,000 കോടിയായിരുന്നു. അത് കഴിഞ്ഞ് കിഫ്ബി വഴി എടുത്ത കടം അതും ഇതിന്റെ അകത്ത് ചേർക്കണം 5,109 കോടി. KSSPL എന്ന് പറയുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ഈ 1,600 രൂപ, അതാണല്ലോ ഇപ്പൊ 2,000 കോടി രൂപയാക്കി മാറ്റിയിരിക്കുന്നത്. അതായത് 60 മേൽ മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുന്ന പെൻഷൻ അതിപ്പോ 2,000 കോടിയാക്കി. ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കിഫ്ബി പോലെ ഫോം ചെയ്തു. അതാണ് KSSPL, അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. ഈ KSSPL വഴി ഇതുവരെ എടുത്തിരിക്കുന്ന കടം, അതായത് 2,949 കോടിയാണ് 2023-24 വരെയുള്ള കാലയളവില്. 2016 മുതൽ 2016 ഈ ബില്ലും ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും ഫോം ചെയ്യപ്പെടുന്നത്. അത് മുതൽ 2023-24 വരെയുള്ള കാലത്ത് എടുത്തിരിക്കുന്ന കടമാണ് 2,949 കോടി. അങ്ങനെ രണ്ടും കൂടി, അതായത് കിഫ്ബി വഴി എടുത്ത കടവും KSSPL വഴി എടുത്ത കടവും കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടും കൂടി 21,417 കോടിയുണ്ട്. അപ്പം 3,85,000 കോടി ബജറ്റിനകത്ത് എടുത്ത കടം, ബജറ്റിന് പുറത്തെടുത്ത കടം 21,417 കോടി. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ അന്നത്തെ കണക്കനുസരിച്ച് 2024 മാർച്ച് ആകുമ്പോഴേക്കും കേരളത്തിന്റെ കടം 4,14,475 കോടിയാണ് കേരളത്തിന്റെ ആകെ കടം. അപ്പം അങ്ങനെ കടം ഉള്ള ഒരു സാഹചര്യത്തിൽ ആണ് 24-25 കടം. ഇത് 23-24 വരെയുള്ള കടമാണ് 4,14,475 കോടി. അപ്പം 24-25 കടം അതിനകത്ത് വരുന്നില്ല. അത് പിന്നെ, അതായത് സാധാരണ CAG റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത, ഒരു വർഷം മുൻപുള്ള രേഖകളാണ് അത് മുൻപോട്ട് വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ കണക്കുകൾ കൃത്യമായതിനു ശേഷം, അക്കൗണ്ട് ആയതിനു ശേഷം മാത്രമേ CAGക്ക് ആ കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് ചെയ്ത് തീർപ്പാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഒരു വർഷം പിന്നോട്ടായി പോകുന്നത്. അപ്പൊ ഇനി 24-25 കണക്ക് ഇനി വരേണ്ടതേ ഉള്ളൂ. പക്ഷെ അത് ടെൻഡേറ്റീവായിട്ട് കണക്ക് കൂട്ടി CAG തന്നെ പറഞ്ഞിട്ടുണ്ട് 6 ലക്ഷം കോടിയാണ് വരാനിരിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ 6 ലക്ഷം കോടിയാണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ കടത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. അതായത് കിഫ്ബി വഴി എടുത്ത കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുത്ത കടവും ഒക്കെ കൂടി ചേർത്താണ് 5,944 കോടി. ഈ ഒരു വർഷം ഇങ്ങനെയുള്ള സോഴ്സ് വഴി കിഫ്ബി വഴിയും KSSPL വഴിയും എടുത്ത കടം ചേർത്ത് അതാണ് 5,944 കോടി. അപ്പൊ നമുക്ക് എടുക്കാമായിരുന്ന 12,516 കോടി, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എടുക്കാമായിരുന്ന 12,516 കോടിയിൽ നിന്നാണ് ഈ 5,944 കോടി വെട്ടിക്കുറച്ചത് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ വരുമ്പോൾ 6,572 കോടി ഇനി വരുന്ന 3 മാസം കൊണ്ട്, ഇനി പുതിയ വർഷം വരുന്നവരത്തേക്ക്, അതായത് ഏപ്രിൽ, പുതിയ ധനവർഷം ഏപ്രിലാണല്ലോ തുടങ്ങുക, അതുവരെ എടുക്കാവുന്ന കടം എന്ന് പറയുന്നതാണ് ഈ പറയപ്പെട്ട 6,572 കോടി. അപ്പൊ 6,572 കോടി കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥാനത്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കണക്ക് എന്താണ്? 15,000 കോടി വേണം. എന്തിന്? ശമ്പളവും പെൻഷനും പലിശയും ഒക്കെ കൊടുക്കും ഈ 3 മാസത്തെ കാലയളവിൽ. അതുപോലെ തന്നെയാണ് 20,000 കോടി ഉണ്ടെങ്കിലേ കരാറുകാർക്കുള്ള ബില്ലുകളെല്ലാം കൊടുക്കാൻ പറ്റൂ. നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ്. മെഡിക്കൽ കോളേജിലേക്ക് മരുന്നും ഉപകരണങ്ങളും സപ്ലൈ ചെയ്യുന്നവരൊക്കെ സപ്ലൈ ചെയ്ത് തിരിച്ചെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ മെഡിക്കൽ കോളേജിന്റെ മുൻപില്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് സർക്കാർ മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ലെറ്റർ ഗവൺമെന്റിൽ നിന്ന് വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ 3,300 കോടി പിന്നെ എങ്ങനെയാണ് പിന്നെ ഈ കട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് 3,300 കോടി എന്ന് പറയുന്നത് ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുകയാണെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റേഴ്സ് എന്ന് വെച്ചാൽ അതിലെ ഷെയറുകളൊക്കെ വാങ്ങിയിരിക്കുന്ന, ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവർക്ക് വരുന്ന നഷ്ടം നികത്തി കൊടുക്കാൻ വേണ്ടി ഒരു റിഡംഷൻ ഫണ്ട്, അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ റിഡംഷൻ ഫണ്ട്, സംസ്ഥാന ഗവൺമെന്റാണ് ഗ്യാരണ്ടർ,
ഈ പറയപ്പെട്ട പബ്ലിക് സെക്ടർ കമ്പനികളുടെ. അപ്പം ഗവൺമെന്റ് തന്നെ ഒരു റിഡംഷൻ ഫണ്ട് ഫോം ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ആ ഫണ്ട് ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. അത് വരുന്ന 5 വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്യാൻ പൂർത്തിയാക്കി എന്ന് ഒരു സന്ദേശം കൊടുത്തിരുന്നു കേന്ദ്രത്തിന്. പക്ഷെ ആ സന്ദേശം കേന്ദ്രം നിരാകരിക്കുകയും ആ ഫണ്ട് മുഴുവനും എന്ന് പറഞ്ഞാൽ 3300 കോടി വരും. അങ്ങനെ ഒരു റിഡംഷൻ ഫണ്ട് ഫോം ചെയ്യണമെങ്കിൽ ആ 3300 കോടിയും ഇങ്ങനെ ഈ വെട്ടിയ തുകയിൽ തന്നെ വരുന്നു. അപ്പൊ അങ്ങനെ ആകെപ്പാടെ വലിയ പ്രതിസന്ധിയിലായി, അഥവാ സംസ്ഥാന ഗവൺമെന്റിനെ അതിഭീകരമായ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സാഹചര്യത്തിൽ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു ഫെഡറൽ സിസ്റ്റത്തില്, അതെ, തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ഉപദേശം നേരത്തെ കൊടുത്തിരുന്നു. ബജറ്റിന് പുറത്ത് കടമെടുക്കരുത്. ഇനി നിങ്ങൾ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടും ഒക്കെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ആണ് എന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ, അതിൽ നിന്ന് വായ്പ അതുവഴി വായ്പ എടുത്തേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ ആയിക്കോ. പക്ഷേ അവയൊക്കെ തിരിച്ചു കൊടുക്കത്തക്ക, അതായത് മുതലും പലിശയും തിരിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അവ സെൽഫ് സപ്പോർട്ടിങ് ആയിരിക്കണം, സെൽഫ് ലിക്വിഡേറ്റിംഗ് ആയിരിക്കണം അത്തരം വായ്പകൾ. എന്ന് വെച്ചാൽ അത് വഴിയായിട്ട് എടുക്കുന്ന എന്തുമാത്രം വായ്പയുണ്ടോ ആ വായ്പയും അതിന്റെ പലിശയും തിരിച്ചു കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലുള്ളതായിരിക്കണം കിഫ്ബിയുടെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിന്റെയും ഒക്കെ പ്രവർത്തന രീതി എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. അപ്പൊ അത് ഇല്ല, ഇതുവരെ ഇല്ല. അപ്പൊ ഇപ്രാവശ്യം ബജറ്റിന് മുൻപായിട്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ആലോചിച്ചിരുന്നു എങ്ങനെ കിഫ്ബിയെ സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാക്കി മാറ്റാം എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ ഇതുവരെയും അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ തീരുമാനത്തിലെത്തുകയോ അത് സെൽഫ് സപ്പോർട്ടിംഗ് ആകത്തക്ക രീതിയിലുള്ള നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെയുള്ള നയവുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കേന്ദ്രത്തെ പഴിക്കാൻ ഒക്കില്ല. കാരണം സംസ്ഥാന ഗവൺമെന്റ് കടക്കണിയിലേക്ക് പോകാതിരിക്കാനുള്ള ശക്തമായ നിലപാടാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ കേന്ദ്രത്തിന്റെ മറ്റു പല പ്രവർത്തികളും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ തൊഴിലുറപ്പ് പദ്ധതി. അതിന്റെ 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിപ്പോ ഈ പുതിയ തൊഴിലുറപ്പ് നിയമം വഴിയായിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? 60-40 മാറ്റി, അതായത് റീസ്ട്രക്ചർ ചെയ്തു. 60%, 90% കേന്ദ്രം മുടക്കിയിരുന്നിടത്ത് 60% കേന്ദ്രം മുടക്കും, 40% സംസ്ഥാനം കണ്ടെത്തണം. 10% കണ്ടെത്തിയാൽ മതിയായിരുന്നു നാളിതുവരെ. ആ സ്ഥാനത്താണ് സംസ്ഥാനം 40% കണ്ടെത്തേണ്ടത്. ഇതുപോലെ, അതായത് ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു UPA ഗവൺമെന്റിന്റെ കാലത്ത്. 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്. അതിലെ ഈ 90-10 അത് തൊഴിലുറപ്പ് പദ്ധതി. അത് കൂടാതെയുള്ള എല്ലാ സ്കീംസിലും ഒന്നുകിൽ 80-20 അല്ലെങ്കിൽ 60-40 ഈ തരത്തിലൊക്കെയാണ് അതിന്റെ പ്രപ്പോർഷൻ. പക്ഷെ എല്ലായ്പ്പോഴും കേന്ദ്രം വലിയ ഭാഗം, സിംഹഭാഗം കേന്ദ്രത്തിന്റെ ഭാഗത്തും ചെറിയ ഭാഗം മാത്രം സംസ്ഥാനത്തിന്റെ ഭാഗത്തും, ആ തരത്തിലായിരുന്നു ഈ 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഈ 68 സ്കീംസിനെയും കൂടി വെട്ടിച്ചുരുക്കി അംബർല സ്കീംസ് എന്ന് പറഞ്ഞ് 28 സ്കീംസ് ആക്കി മാറ്റി. 28 സ്കീംസ് ആക്കി മാറ്റുക മാത്രമല്ല ചെയ്തത്, എല്ലാ സ്കീംസിലും കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അങ്ങനെ വലിയ തോതിൽ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ധനപ്രതിസന്ധിയിലെ ആക്കം കൂട്ടിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയോടും കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നാനാവിധത്തിൽ നിന്നും, നാനാവശത്തു നിന്നും സംസ്ഥാനങ്ങളെ അറ്റാക്ക് ചെയ്ത് അവരെ ധനപ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ BJP ഗവൺമെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെ ഒരു ഫിസ്ക്കൽ ക്രൈസിസിൽ, അതായത് ഫിസ്ക്കൽ ക്രൈസിസ് കേരളത്തിനുണ്ട് എന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒക്കെ അറിയാം. അപ്പൊ ഈ ക്രൈസിസില് അതിന്റെ കൂടെ അതിന്റെ ക്രൈസിസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രഹരം കൂടിയാണ് ഇപ്പോൾ ഈ
രീതിയിൽ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് വരുന്ന 3 മാസങ്ങളിലെ ചെലവുകൾ ഒന്നും വെട്ടി മാറ്റാൻ പറ്റുന്നതല്ല. കാരണം ശമ്പളമോ പെൻഷനോ പലിശയോ കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. അതുപോലെ തന്നെയാണ് ഈ കരാറുകാർക്ക് കൊടുക്കേണ്ട ഫണ്ട്. ഇല്ലെങ്കിൽ ഈ സംസ്ഥാനം സ്തംഭിച്ചു പോകും. ഒരു പ്രവർത്തനവും ഒരിടത്തും നടക്കില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന് പക്ഷേ പ്രത്യക്ഷവും പരോക്ഷവുമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. അടുത്ത 3 മാസക്കാലം ചക്രശ്വാസം വലിക്കട്ടെ. വലിയ കാര്യമായി റീൽസ് ഒന്നും എടുത്ത് മുഖം മിനുക്കാനുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കട്ടെ. പണം കയ്യിലുണ്ടെങ്കിലല്ലേ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താനൊക്കെയുള്ളൂ. ആവശ്യമില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഫ്രീ ബീസ് വാരിക്കോരി കൊടുത്ത് അടുത്ത അസംബ്ലി ഇലക്ഷന് കൂടുതൽ വോട്ട് മേടിച്ച് ഇനിയും ഭരണത്തിൽ വരാതിരിക്കട്ടെ. കഴിയുന്നത്ര കേന്ദ്രങ്ങളില് BJPക്ക് വരാൻ പറ്റട്ടെ. ഇത്തരം ഉദ്ദേശങ്ങൾ കൂടി ഈ തരത്തിലുള്ള ഒരു പ്രക്രിയ ഈ സമയത്ത് കൊണ്ടുവന്നതിന്റെ കൂടെ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധി, അതായത് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചത് ഫണ്ട് കണ്ടെത്തി വേണ്ടതുപോലെ മുൻപോട്ട് പോയില്ലെങ്കിലോ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നതിന്റെ തെളിവായിട്ട് ഇത് നേരത്തെ അറിയിച്ചു. അതെങ്കിലും നല്ലത്. പക്ഷേ എങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഈ ഫണ്ടെല്ലാം കണ്ടെത്തും? 35,000 കോടി, പിന്നെ 6,000 കോടിയിലധികം മാത്രം കടമെടുക്കാമെന്നിരിക്കെ 35,000 കോടി എങ്ങനെ ഉണ്ടാക്കും? അതായത് നികുതി, റവന്യൂ മൊബിലൈസേഷൻ, വരുമാന സമാഹരണം, അത് എത്ര ശക്തമാക്കിയാലും ഇത്ര 1000 കോടിയൊന്നും ഈ 3 മാസം കൊണ്ട് പിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അത് ഒരു വശത്ത്. ഇനി ചെലവ് ചുരുക്കാമെന്ന് വെച്ചാൽ ഏത് ചെലവ് ചുരുക്കണം എന്നുള്ളത് മറുവശത്ത്. കാരണം ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ചെലവുകൾ ഒന്നും ചുരുക്കാൻ പറ്റില്ല. ചെലവുകളുടെ ആക്കം കൂടുകയേ ഉള്ളൂ. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിസന്ധി വന്നുകൂടിയിരിക്കുന്നത്. അത് നിലവിലിരിക്കുന്ന പ്രതിസന്ധിയുടെ ആക്കം കൂട്ടും. ഗവൺമെന്റിന്റെ പെർഫോമൻസും വളരെ വളരെ ബുദ്ധിമുട്ടായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്.